ലോക റിവ്യൂ. ഓക്കെ ഗൈസ് കുറച്ച് സമയത്തേക്ക് ഞാൻ ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് പോയത്. ലോകന്റെ റിവ്യൂ എനിക്ക് പറയണം. ഞാൻ പോണാ ഗൈസ്, ഞാൻ പറയാം ലോകന്റെ റിവ്യൂ. നമ്മളെല്ലാരും പോയിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഇന്നലെ മുനുവും കൂടി ഉണ്ടായിരുന്നു. മുനു അയ്യ നമ്മളിപ്പോഴുള്ള എല്ലാവരും ഒരുമിച്ചാണ് ലോകക്ക് പോയത്. മോനെ പറയട്ടെ, മോനെ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗേൾ ക്യാരക്ടർ, ഒരു ഗേൾ സൂപ്പർ ഹീറോയിനോട് എനിക്ക് ആരാധന തോന്നിപ്പോയി. അല്ലെങ്കിൽ ഒരു ആക്ട്രസിനോട് നമുക്ക് പൊതുവെ മോഹൻലാൽ, മമ്മൂട്ടി, ടോവിനോ, ദുൽഖർ ഇവരോടുള്ള ആരാധന തോന്നും. ഓക്കെ, അതല്ല സാധാരണ. എനിക്ക് ഇതുവരെ ഒരു നടീനോട് ആരാധന തോന്നിയിട്ടില്ല. ഇങ്ങനെ കട്ട ആരാധന ഇല്ലേ. മോനെ ചന്ദ്ര എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ വേഷം ചെയ്തതിന് മോനെ കല്യാണി എൻ്റെ മോനെ അല്ല ഇങ്ങനെ രോമണിച്ചില്ല. ഞാൻ ഒരു കാര്യം പറയാല, അതിലൊരു ബാർ ഫൈറ്റ് ഇതിൽ സ്പോയിലർ തിയേറ്ററിലേക്ക് വിട്ടോ, എല്ലാവരും തിയേറ്ററിലേക്ക് വിട്ടോ. സ്പോയിലർ ഞാൻ പറയുന്നില്ല. പക്ഷെ മോനെ ഒരു അമേരിക്കൻ സ്റ്റൈൽ ഒരു ഫൈറ്റ് ഉണ്ട് മോനെ, ഒരു ബാർ ഫൈറ്റ് ഉണ്ട്. അതായത് ചന്ദ്ര വേഴ്സസ് പോലീസ് ഒരു ഫൈറ്റ് ഉണ്ട്. കാണണ്ട സ്പോയിൽ ചെയ്യുന്നില്ല. ചാത്തന്മാർ വരും, സ്പോയിൽ ചെയ്യുന്നില്ല. ചാത്തന്മാർ വരും. പടം കണ്ടവർക്ക് അറിയാം, ചാത്തന്മാർ വരും. ശരിയായ പടം. ഞാൻ കാര്യം പറയാം, ആദ്യമായിട്ട് പെണ്ണിങ്ങനെ കാണിച്ചിട്ട് രോമാഞ്ചം വരുന്നത് അല്ലെ. ഒരു ഗേൾ ആക്ടർ, ഒരു ആക്ട്രസിനോട് എനിക്ക് ആദ്യമായിട്ട് ഇത് തോന്നണം, ആരാധന തോന്നണം. കാര്യം നമ്മള് ഈ മമ്മൂട്ടിന് മോഹൻലാലിന്റെ പടത്തിന് പോയിട്ട് മോഹൻലാലിന്റെ എൻട്രി വരുമ്പോ അല്ലെങ്കിൽ മാസ് സീൻ വരുമ്പോ നമ്മൾ കൈയടിക്കൂലേ, അതിനേക്കാളും ആവേശമായിരുന്നു ഈ ചന്ദ്ര. അതായത് കല്യാണിന്റെ ഓരോ സീനുകളുണ്ട് മോനെ. ഇവള് കണ്ണലിങ്ങനെ തുറക്കുന്ന സീനും പിന്നെ ഫൈറ്റ് സീനെല്ലാം ഉണ്ട് മോനെ. ശരിയായ ഇതായത് മുത്തെ കാര്യം പറയാലോ. മസ്റ്റ് വാച്ച് മൂവി. പിന്നെ നെസ്ലനും അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കോമഡി ഉണ്ട്. ചിരിച്ച് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. കാര്യം പറയാല, ഒരു സൂപ്പർ ഹീറോ മൂവി ഓക്കെ, ഒരു ഹൊറർ ടൈപ്പ് അല്ലാതെ പോസ്റ്ററിലെല്ലാം കാണുമ്പോൾ അങ്ങനെയല്ല ആയിരിക്കും. സംഭവം സീരിയസ് പടം തന്നെയാണ്, ഒരു സീരിയസ് കഥയെല്ലാം തന്നെയാണ്. പക്ഷെ കുറേ കോമഡി, കറക്റ്റ് അളവില് കോമഡി. ചിരിച്ച് ചന്തു നമ്മുടെ സെലീംകുമാറിന്റെ മോന്റെ ശരിയായ കുറെ സീൻസ് ഉണ്ട്. ചിരിച്ച് നമ്മൾ പടം തുടങ്ങി തീരുന്നവരെ ഇടക്കിടക്കേ കോമഡി ഉണ്ട്, ഇടക്കിടക്കേ ചിരി കിട്ടും. മാസുണ്ട്, നല്ല നല്ല അടിപൊളി ഫൈറ്റ് സീനുകളുണ്ട്. ഒരു സെക്കൻഡ് പോലും ലാഗ് അടുപ്പിച്ചില്ല. അടിപൊളിയായിരുന്നു. പിന്നെ ആകെ ഇടങ്ങാറായത് ഇത് ഞാൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല തിയേറ്ററിൽ പോകുമ്പോ. അപ്പം ബാക്കിൽ നിന്ന് കുറെ ആൾ എന്നെ മനസ്സിലായിട്ട് ഇടക്കിടക്ക് പടത്തിനെടുക്കുക, തൊപ്പി വെള്ളം വേണം, പൊക്കോണം ഇങ്ങനെ ഇടക്കിടക്കേ ഒച്ചപ്പാടുണ്ടാക്കി. അത് എനിക്ക് കുറച്ച് ഇറിറ്റേഷനായി. അത് കാര്യം പറയാം. അല്ലാണ്ട് പടത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ആ 3 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല. കാര്യം പറയാം, ഒരു സെക്കൻഡ് ഡിലേ ഇല്ല, ലാഗ് ഇല്ലാണ്ട് കിടില മൂവി. മസ്റ്റ് വാച്ച്. ലോക എല്ലാവരും പോയിട്ട് തിയേറ്ററിലെല്ലാം പോയിട്ട് കാണാം. ഓക്കെ മോനെ, പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, എൻ്റെ ഉമ്മ പ്രൊമോഷൻ അല്ല, മുത്ത 100% വേർത്ത് മണി കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ടുള്ള മൂവി. ഓക്കെ.